നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 310 310. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണീ സത്യഭാമാ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 30-ാം അധ്യായത്തിൽ 17-ാമത്തെ ശ്ലോകമാണ് ഇന്ന് പറയേണ്ടത്. 17-ാമത്തെ ശ്ലോകം മുതൽക്കാണ് ഇന്ന് പറയേണ്ടത്. 17-ാമത്തെ ശ്ലോകം. ശയാന പരിശോചദ്ഭി പരിവീത സ്വബന്ധുഭി വാച്യമാനോ അഭി നബ്രൂതേ കാലപാശവശം ഗതാം. കാലപാശവതം ഗത. കാലമാകുന്ന പാശത്തിൻ്റെ ഗതിക്കനുസരിച്ചിട്ടാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. നമ്മൾക്ക് എങ്ങനെയെങ്കിലും ജീവിക്കാമെന്ന് പറഞ്ഞാൽ പറ്റില്ല. കാലപാശം അതാണ് നിയന്ത്രിക്കുന്നത്, നമ്മളതിനൊക്കെ നിയന്ത്രിക്കുന്നത്. നമ്മൾ അക്സെപ്റ്റ് ചെയ്താലും ശരി, അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലും ശരി. അതിൻ്റെ വാക്കാർത്ഥം പറയാം. അധികം ദുഃഖിക്കുന്ന പുത്രഭാര്യ ബന്ധുക്കളാൽ. പുത്രേഷണ, ധാരേഷണ, അർത്ഥേഷണ ഭാഗവതത്തിൻ്റെ ഇതിവൃത്താണ് പറഞ്ഞത്. ഇതിൽ മൂന്നിലും ആസക്തി പാടില്ല എന്നാണ്. കർമ്മങ്ങളൊക്കെ ചെയ്യണം, കടമകളും കടപ്പാടുകളും നിറവേറ്റണം, ആസക്തി പാടില്ല. അപ്പോൾ ചുറ്റപ്പെട്ട് കിടക്കുന്നവൻ അവരാൽ വിളിക്കപ്പെടുന്നവനായിരുന്നാലും മൃത്യുപാശത്തിന് അധീതനായിട്ട് മറുപടി പറയുന്നില്ല. ന ബ്രൂതേ. കാലപാശം, മൃത്യു പറയാം. അതിൻ്റെ ഭാവാർത്ഥം, ഈ നിലയിൽ കിടക്കുന്ന ആ വൃദ്ധൻ്റെ 4 ഭാഗത്തും. ആരാ ഈ വൃദ്ധൻ? ബ്രാഹ്മണൻ, ഭിക്ഷുകീയത പാടിയിട്ടുള്ള ആളെ. സ്വബന്ധുക്കൾ ദുഃഖിച്ചുകൊണ്ടിരുന്ന് അച്ഛ, അമ്മാവ, ജ്യേഷ്ഠ എന്നിങ്ങനെ വിളിക്കും. കാലപാശത്തിലകപ്പെട്ടിരിക്കുന്നവനായിട്ട് അവരുടെ വിളികൾക്ക് പകരം മറുപടിയൊന്നും പറയുകയില്ല. കാരണം എന്താ? നാദബ്രഹ്മം നിലച്ചിട്ടുണ്ടാവും, ശബ്ദം നിൽക്കും അവസാനമാകുമ്പോൾ. ഇനി 18-ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കുക. ഏവം കുടുംബഭരണേ വ്യാപൃതാത്മാ ജിതേന്ദ്രിയ. വ്യാപൃതാത്മാ, ജിതേന്ദ്രിയ, ഇന്ദ്രിയങ്ങളെ ജയിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. മ്രിയതേ ദുരുതതാം സ്വാനാം ഉരുവേദനയാസ്തധീ. ഇപ്രകാരം കുടുംബരക്ഷണത്തിൽ മനസ്സിരുത്തിയ ഇന്ദ്രിയാധീനനായിരുന്നവൻ, ഇന്ദ്രിയങ്ങൾക്ക് അധീനനായിരുന്നവൻ, ഇന്ദ്രിയ വിജയം നേടാത്തവൻ എന്നർത്ഥം. സ്വജനങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കെ അസഹ്യ ദുഃഖത്തോടുകൂടെ ബുദ്ധി കെട്ടവനായിട്ട് മരിക്കുന്നു. അതിനാണ് നാരായണ നാരായണ എന്ന് ജപിക്കണം. ഒരാൾ മരിക്കുകയാണെങ്കിൽ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ഒരു 3 ദിവസം മുമ്പേ എൻ്റെ മരുമകൻ്റെ മൂത്ത അങ്കിള് മരിച്ചു. പാവം, ഒരൊറ്റ ദിവസം കടന്നു. അതെങ്ങനെ ബോധമില്ലാണ്ട് കടന്നു. പാവം, 84 വയസ്സായിരുന്നു. പക്ഷേ എനിക്കൊക്കെ മെസ്സേജ് കിട്ടിയിട്ട് പിറ്റേ ദിവസം ശവസംസ്കാരത്തിന് ഞാൻ മിസ്സിസ് എൻ്റെ മൂത്ത അളിയനും പോയി. അവിടെ എല്ലാവരും, അദ്ദേഹത്തിൻ്റെ ഭാര്യ അടക്കം, അനിയത്തിമാർ, ഏട്ടത്തിമാർ, വീട്ടുകാർ, വന്നിട്ടുള്ളവരൊക്കെ വിഷ്ണു സഹസ്രനാമം ജപിക്കണം. വിഷ്ണു സഹസ്രനാമം ജപിച്ചിട്ട് ഹരേ രാമ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ. എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മളൊരു മരണ വീട്ടിലാന്നുള്ള ബോധമല്ല, ഒരു അമ്പലത്തിൽ പോയ കൂട്ടത്തിലുള്ള പ്രതീതിയാണ്. കാരണം എന്താ? ഈ മരണത്തിനെ നമ്മൾക്ക് മാറ്റാൻ പറ്റില്ല, അതിനെ ഉൾക്കൊള്ളുക, മരണത്തിനെ ഉൾക്കൊള്ളുക. അതാ പറഞ്ഞതിൻ്റെ താല്പര്യം. എല്ലാവർക്കും ഭഗവാൻ അതിനുള്ള ബുദ്ധി കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ പിന്നെ പറഞ്ഞു, അതിൻ്റെ ഭാവാർത്ഥം, യൗവനത്തിലും വാർദ്ധക്യത്തിലുമുള്ള ക്ലേശത്തെ വിവരിച്ച ശേഷം
മരണസമയത്തിലുള്ള ദുഃഖത്തെയാണ് ഇപ്പോൾ പറഞ്ഞത്. മേൽപ്പറഞ്ഞ വിധം ഭാര്യാപുത്ര ബാന്ധവാദികളായ കുടുംബത്തെ രക്ഷിപ്പാനായി ജീവിതത്തെ വ്യർത്ഥമാക്കി കഴിച്ചത് ഇന്ദ്രിയങ്ങളെ കീഴടക്കാതെ അവയ്ക്ക് അധീനനായിരുന്നത് കൊണ്ടാകുന്നു. എന്നാ വല്ലതും നടന്നുവോ? അവർക്ക് വല്ല കൃതജ്ഞതയുണ്ടോ? ഒന്നുമില്ല ഇനി. അതുകൊണ്ടാണ് അതിൻ്റെ ഫലമായിട്ട് അന്ധകാരത്തിൽ അകപ്പെട്ടിരിക്കുന്ന ഈ സമയത്തിൽ ബന്ധുക്കളാണെന്ന് അഭിമാനിച്ചിരുന്ന, എന്താ അങ്ങനെ പറയാൻ കാരണം? ജീവിച്ചിരിക്കുമ്പോൾ ബന്ധുക്കളാരും വന്നിട്ട് വേണ്ടത് ചെയ്യില്ല. മരിച്ചാൽ പിടിക്കുക അത് ഇത് പറഞ്ഞിട്ട് പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ട് ലഹള കൂടും. അതുകൊണ്ടാണ് പറഞ്ഞത്, ബന്ധുക്കളാണെന്ന് അഭിമാനിച്ചിരിക്കുന്ന ജനങ്ങൾ ചുറ്റും കരഞ്ഞുകൊണ്ടിരിക്കെ അസഹ്യമായ ദുഃഖത്തോടുകൂടെ മരിക്കുന്നു. ഈ അവസ്ഥയിൽ വിചാരശക്തി മുഴുവനും നശിച്ചിരിക്കയാൽ അജ്ഞാനത്തിൽ മുങ്ങിയ നിലയിലാകുന്നു, അന്ധകാരത്തിലാണ്. അപ്പോൾ പുനർവിചനനം ഉറപ്പിച്ചു. കാരണം എന്താ? ഈ വിഷമങ്ങളൊക്കെ ഇതിന് ബാക്കി അനുഭവിക്കണ്ടേ? അടുത്ത ശ്ലോകം 19. യമദൂതോ തഥാ പ്രാപ്തോ ഭീമോ സർവശേഷണോ സദൃഷ്ട്വാ ത്രസ്തഹൃദയ ശകൃന്മൂത്രം വിമുഞ്ചതി. അതായത് പാപം ചെയ്തിട്ടുള്ളവർ ഈ യമദൂതന്മാരെ കാണുമ്പോൾ നായയുടെ കൊരയും പോത്തിനെയൊക്കെ കാണും അവർ മനസ്സിൽ. അപ്പം എന്താ, ഈ മലമൂത്ര വിസർജനം നടത്തുന്ന പറഞ്ഞത് ഭയപ്പെട്ടിട്ട് അവർ നമ്മളെയൊന്നും കാണുന്നില്ല. കാരണം കണ്ണൊക്കെ മറിഞ്ഞ് കാണും. അല്ലെങ്കിൽ കണ്ണിൻ്റെ പിന്നിലുള്ള ഇന്ദ്രിയങ്ങൾ സ്റ്റക്കായിട്ടുണ്ടാവും. അവർ കാണുന്നത് സ്വപ്നാവസ്ഥയാണ്. അപ്പോൾ അതിൻ്റെ വാക്കാർത്ഥം പറയാം. ക്രോധസൂചകങ്ങളായ കണ്ണുകളോടുകൂടിയവരും ക്രോധസൂചകങ്ങളായ, നേരെ മറിച്ച് ഹരേരാമൻ ജപിക്കുമ്പോൾ ക്രോധം ഉണ്ടാവില്ല, ശാന്തസ്വരൂപം ഉണ്ടാവുക. അപ്പോൾ ഭയങ്കര ആകൃതിയുള്ളവരുമായ യമദൂതന്മാർ 2 പേർ അപ്പോൾ പ്രാപിച്ചിരിക്കുന്നതായിട്ട് കണ്ടിട്ട് ഭയപ്പെട്ട മനസ്സോടുകൂടിയവനായിട്ട് മൂത്രത്തെയും മലത്തെയും വിസർജിക്കുന്നു. നാരായണ ജപിക്കുന്നവർക്ക് അതുണ്ടാവില്ല. ഇതൊക്കെ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. പ്രശ്നമില്ലേ? ഇനി അതിൻ്റെ ഭാവാർത്ഥാണ് പറഞ്ഞത്. അപ്പോൾ യമദൂതന്മാർ 2 പേർ സമീപത്ത് വന്ന് നിൽക്കും. ക്രോധത്തെ സൂചിപ്പിക്കുന്ന വിധം കണ്ണുകളെ ഉരുട്ടിമുഴിച്ചുകൊണ്ട് ഭയങ്കരമായ സ്വരൂപത്തോടു കൂടിയിരിക്കുന്ന അവരെ കണ്ട മാത്രയിൽ ഭയം നിമിത്തം മലമൂത്രങ്ങളെയും വിസർജിക്കും. മരണസമയത്തിൽ വിചാരശക്തി ഇല്ലാതെ അജ്ഞാനത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ ഏതു വിധമാണ് ഭയാദികൾ ഉണ്ടാവുകയെന്ന് ശങ്കിക്കേണ്ട. സ്ഥൂല വിസ്മൃതിയെ പ്രാപിച്ചാലും ആദിവാഹികം എന്നു പറയപ്പെടുന്ന സൂക്ഷ്മ ശരീരത്തിൽ അധിവസിക്കുന്ന ജീവൻ യമദൂതന്മാരെ കാണുകയും ഭയപ്പെടുകയും ചെയ്യും. ഉറക്കത്തിൽ സ്ഥൂല ശരീരഭാവന ഇല്ലാതിരിക്കെ സ്വപ്നത്തിൽ വ്യാഘ്രാതി ദൃഷ്ടജന്തുക്കളെ കണ്ട് ഭയപ്പെടുന്ന അനുഭവം ഏവർക്കും ഉണ്ടായിരിക്കുമല്ലോ. അതിനാൽ പൂർവ അപരവർണ്ണനകൾ അന്യോന്യ വിരുദ്ധങ്ങളാണെന്ന് തോന്നുവാൻ അവകാശമില്ല. ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ഹാപ്പൻഡ്. അതിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് ചടിച്ചിട്ട് യാതൊരു കാര്യമില്ല. 20ാമത്തെ ശ്ലോകം. യാതനാദേഹ ആവൃത്യ പാശേർബദ്ധ്വാകളെ ബലാത് നയതോ ദീർഘമധ്വാനം ദണ്ഡ്യം രാജഭടായഥാം. യാതനാശരീരത്തിൽ നിരോധിച്ചിട്ട് കയറുകൊണ്ട് കഴുത്തിൽ ബലാത്കാരേണ ബന്ധിച്ചിട്ട് ശിക്ഷാർഹനെ രാജഭടന്മാരെന്ന പോലെ ദീർഘമായ മാർഗത്തെ എങ്ങോട്ട് കാലപുരിയിലേക്ക് നയിപ്പിക്കും. ഭാവി ആണ് പറഞ്ഞത്. അതിൻ്റെ ഭാവാർത്ഥം ശ്രദ്ധിച്ചോളൂ. യമദൂതന്മാർ ഈ ജീവനെ യാതനാശരീരത്തിൽ, എല്ലാവർക്കും ഈ യാതനാശരീരമുണ്ട്. പാപം ചെയ്തവർക്ക് പ്രത്യേകം, പുണ്യം ചെയ്തവർക്ക് ഇല്ലേ, ബന്ധിക്കുന്നു. അവരുടെ കയ്യിലുള്ള കയറുകൾ കൊണ്ട് ബലാത്കാരേണ കഴുത്തിൽ ബന്ധിച്ചിട്ട്
ലോകത്തിൽ കുറ്റക്കാരനെ രാജപുരുഷന്മാർ ചങ്ങല വെച്ചുകൊണ്ട് പോകുന്ന മട്ടിൽ ദീർഘമായ വഴിയിൽ കൂടെ കൊണ്ടുപോകും. ഇനി 21-ാമത്തെ ശ്ലോകം. തയോർ നിർഭിന്ന ഹൃദയസ്തർജനൈ ജാതവേ ബധുഃ പതിശ്വഭിർഭക്ഷ്യമാണ ആർത്തോ അഘം സ്വമനുസ്മരൻ. അതിൻ്റെ വാക്കാർത്ഥ പറഞ്ഞത്, അവർ രണ്ടുപേരിൽ നിന്ന് പുറപ്പെടുന്ന ബത്സനങ്ങളാൽ, ചീത്ത വിളിക്കൾ, തല്ലും കിട്ടും ചീത്തയും വിളിക്കും, നിർഭിന്ന ഹൃദയത്തോടു കൂടിയവനും. നിർഭിന്ന ഹൃദയം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിർഭിന്ന ഹൃദയം എന്ന് പറഞ്ഞാൽ ആശങ്കാകുലമായ അവസ്ഥകളിൽ ഭയചകിതമായ രീതിയിലുള്ള അവസ്ഥ എന്ന് പറയാം. നിർഭിന്ന ഹൃദയ. ഉണ്ടായിരിക്കുന്ന കമ്പത്തോടു കൂടിയവനും, അതായത് കൂടിയവനും, ജാതവേ പതു, ഉണ്ടായിരിക്കുന്ന കമ്പത്തോടു കൂടിയവനും, മാർഗത്തിൽ ശ്വാക്കളാൽ, വേട്ടനായ്ക്കൾ എന്ന് തന്നെ പറയാം, ഭക്ഷിക്കപ്പെടുന്നവനും, ദുഃഖിതനും, തൻ്റെ പാപത്തെ ക്രമത്തിൽ ഓർക്കുന്നവനുമായിരിക്കും. ഇതെല്ലാം യാതനാജീവൻ്റെ അനുഭവങ്ങളാണ്. കാരണശരീരം. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയാം. യമദൂതന്മാർ കൊണ്ടുപോകുന്ന സമയം ഭയങ്കരമായ വാക്കുകൾ പറയുന്നത് കേട്ടിട്ടുള്ള ഭയത്താൽ സർവാംഗം വറയ്ക്കുകയും ഹൃദയം പൊട്ടിത്തകരുകയും ചെയ്യും. വഴിയിൽ കൂടെ സഞ്ചരിക്കുന്ന സമയം നായ്ക്കൾ കടിച്ചു വലിക്കും. അതിപ്പോൾ തന്നെ ഉണ്ട് ഇല്ലേ? റോട്ടിലെ കുട്ടികളെ കടിച്ചു വലിക്കണു, സ്ത്രീകളെ, പുരുഷന്മാരെ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതില്ലാന്നൊരു പറയേണ്ട ആവശ്യമില്ലല്ലോ. 20-ാം നൂറ്റാണ്ടപ്പോൾ 22-ാം നൂറ്റാണ്ട് അല്ലേ? അപ്പോൾ എല്ലാവിധ സൗകര്യങ്ങളുണ്ടായിട്ടും ഗോഡ്സ് ഓൺ കൺട്രിയിൽ നായ്ക്കൾ കടിച്ചു വലിക്കുന്ന സ്വഭാവം ഉണ്ടാവുന്നത്. അപ്പോൾ അനുഭവിക്കാൻ കാരണമായിരിക്കുന്ന താൻ ചെയ്ത പാപകർമ്മങ്ങൾ ഓരോന്നും ഓർമ്മയിൽ വരും. ആ സമയത്താണ് പശ്ചാത്തപിക്കേണ്ടത്. അത് പശ്ചാത്തപിക്കാൻ സാധിക്കില്ല. 22-ാമത്തെ ശ്ലോകം ഒരു 4 വരി ശ്ലോകമാണ്, ശ്രദ്ധിക്കുക. ക്ഷുത്രിപരീതോ അർക്കാദവാനലാനിലേഹി സന്തപ്യമാനഭതി തപ്തവാലുകേ കൃശ്രേണ പൃഷ്ഠേ കഷയാവാ താടിത ചലത്യശക്തോ അഭി നിരാശ്രമോദകേ. വിശപ്പും ദാഹവും ബാധിച്ചിരിക്കുന്നവനും സൂര്യനാലും കാട്ടുതീയിനാലും കാറ്റിനാലും തപിച്ചിരിക്കുന്ന മണലോടുകൂടിയ മാർഗത്തിൽ, വഴിയിൽ ഏറ്റവും ചുട്ടുപൊള്ളുന്നവനായിട്ടും കൊരടാവിനാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെരണ്ടി എന്ന് പറയും തോന്നുന്നു. അതായത് ഈ ഒരു മത്സ്യത്തിൻ്റെ വാല് അല്ലെങ്കിൽ ചാട്ടവാറ് അതാണ് കൊരടാവിനാൽ പിൻഭാഗത്തിൽ പ്രഹരിക്കപ്പെടുന്നവനുമായിട്ട് ശക്തിയില്ലാത്തവനെങ്കിലും കഷ്ടത്തോടുകൂടെ ആശ്രമസ്ഥലവും വെള്ളവുമില്ലാതിരിക്കുന്ന വഴിയിൽ സഞ്ചരിക്കുന്നു. ഇതൊക്കെ പുണ്യങ്ങൾ ചെയ്യാത്ത അവസ്ഥയിൽ ഉണ്ടാവുന്നതാണ്. ഇതൊക്കെ ആചാര്യന്മാർ പറഞ്ഞ് മനസ്സിലാക്കാൻ ബാധ്യസ്ഥരാണ്. കാരണം എന്താ, വെറുതെ 7 ദിവസം പാട്ടും പാടി കാശും വാങ്ങി പോണത് ശരിയല്ല. കാരണം ഇത് പറഞ്ഞാൽ ആൾക്കാർക്ക് ഈ ഭാഗവതത്തിനോടൊരു താല്പര്യം ജനിപ്പിക്കണം. അതെങ്ങനെയാണ്? പാപങ്ങൾ ചെയ്തത് അനുഭവിക്കാണ്ട് പോകാൻ പറ്റില്ല എന്ന് ആചാര്യന്മാർ പറഞ്ഞ് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് എൻ്റെ ഗുരുനാഥൻ എന്നോട് പറഞ്ഞത്, മോനെ നീ പ്രൊഫഷണലായിട്ട് പോകരുത്, നിൻ്റെ തല വേറൊരാളുടെ കക്ഷത്ത് വെച്ച് കൊടുക്കരുത്. യഥാശക്തി തൻ്റെ ഓർമ്മ നിലനിൽക്കുന്നിടത്തോളം കാലം സത്യമായ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. ഭാഗവതം വ്യക്തിഗതമായ പുരോഗമനത്തിന് വേണ്ടിയിട്ടുള്ളതാണെന്നും സെമറ്റിക് മതങ്ങളെ പോലെ വലിയ പറമ്പിലോ പന്തലിലോ വെച്ച് പറയേണ്ടതുമല്ല. ഭഗവാൻ ഉദ്ധവർക്ക് വേണ്ടിയിട്ടാണ് കുറേ ദിവസം ചെലവാക്കിയത് അവസാന കാലത്ത് അല്ലേ? ഉദ്ധവർക്ക് ബ്രഹ്മോപദേശം കൊടുത്തു ഭഗവാൻ. എന്തുകൊണ്ട് എല്ലാവർക്കും കൊടുത്തില്ല? അതിനർഹിക്കണവരായിരിക്കണം, തെറ്റിദ്ധരിക്കാത്തവരായിരിക്കണം. അതാ പറയാൻ കാരണം. അപ്പം പറഞ്ഞു,
സൂര്യരശ്മിയും കാട്ടുതീയും കൊടുങ്കാറ്റും നിമിത്തം വെന്തുപഴുത്തിരിക്കുന്ന മണൽ നിറഞ്ഞും വിശ്രമിപ്പാൻ ഒരു നിഴലും കുടിപ്പാൻ ജലവുമില്ലാത്ത മാർഗത്തിൽ കൂടെ നടന്ന് സന്താപം അനുഭവിച്ച് നടക്കാൻ വയ്യാതെ നിൽക്കുമ്പോൾ തോൽവാറുകൊണ്ട് ഈ പിന്നെ എന്താണെന്നാ പറയുക കഷയ അല്ല കുശയ എന്ന് പറഞ്ഞല്ലോ, കൊരടാവിനാൽ എന്ന് പറയണ്ടായി. അത് ആണ് പറഞ്ഞത്. തോൽവാറുകൊണ്ട് പിൻഭാഗത്ത് യമദൂതന്മാർ ചെയ്യുന്ന അടിയേറ്റ് സങ്കടപ്പെട്ടും കൊണ്ട് ശക്തിയില്ലെങ്കിലും സഞ്ചരിക്കും. ഇനി 23-ാമത്തെ ശ്ലോകം. തത്ര തത്ര പതൻ ശ്രാന്തോ മൂർച്ഛിത പുനരുദ്ധിത പഥാ പാപീയസാനീതസ്തമസായമസാദനം. അതിൻ്റെ വാക്കാർത്ഥം അവിടവിടെ തത്ര തത്ര അവിടവിടെ വീഴുന്നവനും ക്ഷീണിച്ചവനും മൂർച്ഛയെ അതായത് ബോധരഹിതനാവുക, ബോധമില്ലാണ്ടാവുക, മൂർച്ഛയെ പ്രാപിച്ചവനും പിന്നെയും എഴുന്നേറ്റവനും അന്ധകാരം നിറഞ്ഞും പാപികൾക്ക് യോഗ്യവുമായ മാർഗത്തിൽ കൂടെ 2 വഴിയുണ്ട്. ഒന്ന്, പുണ്യം ചെയ്തവർക്ക്, പുണ്യവാന്മാർക്ക് സഞ്ചരിക്കാൻ എയർ കണ്ടീഷൻ ചെയ്തിട്ടുള്ളൊരു വഴിയുണ്ട്. ഇത് 4 ഭാഗത്തുനിന്നും ചുട്ടുപഴുത്തിട്ടുള്ള മണലാരണ്യങ്ങളിലൂടെ യാത്ര, ഒരു തുള്ളി വെള്ളം കൂടിയും കിട്ടില്ല. അപ്പോൾ യമൻ്റെ സ്ഥാനം പ്രാപിക്കപ്പെട്ടവനായി ഭവിക്കുന്നു. അവിടെ എത്തി, യമപുരിയിലെത്തി. ഇനി അതിൻ്റെ ഭാവാർത്ഥ പറഞ്ഞത്, ദുഃഖാധിക്യം നിമിത്തം അവിടെവിടെ വീഴുകയും ക്ഷീണിച്ചതുകൊണ്ട് മോഹാലസ്യത്തെ അടയുകയും പിന്നെയും ഉണർന്നെഴുന്നേൽക്കുകയും അന്ധകാരം അധികരിച്ചും അതിക്ലേശത്തെ ജനിപ്പിക്കുന്ന വിധം ദുർഘടമായിരിക്കുന്ന വഴിയിൽ കൂടെ സഞ്ചരിപ്പിച്ചുകൊണ്ട് നടത്തിക്കൊണ്ട് ഈ ജീവനെ യജമാനൻ്റെ സ്ഥാനത്തേക്ക് യമദൂതന്മാർ കൊണ്ടുപോകുന്നു. ഇനി 24-ാമത്തെ ശ്ലോകം. യോജനാനാം സഹസ്രാണി നവദ്യം നവചാധ്വന ത്രിഭിർമുഹൂർത്തേ ദ്വാഭ്യാം വാനീത പ്രാപ്നോതി യാതനാം. മാർഗത്തിൻ്റെ എന്താണെന്നാ പറയുക, 99,000 യോജന ദൂരം, 99,000 യോജന ദൂരം, നാഴിക ദൂരം, എന്താ പറയുക, 3-2 മുഹൂർത്ത സമയം കൊണ്ട് നടത്തപ്പെട്ടവനായിട്ട് വായുവേഗത്തിലെ കൊണ്ടുപോകണം, അടിച്ച് തുന്നം പഠിച്ചിട്ട് കഠിന വേദനകളെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥം, ഇങ്ങനെ 2-3 മുഹൂർത്ത സമയത്തിനുള്ളിൽ 99,000 യോജന ദൂരമുള്ള മാർഗത്തിൽ കൂടെ സഞ്ചരിപ്പിച്ചിട്ട് യമൻ്റെ സ്ഥാനത്തിൽ പ്രാപിക്കപ്പെട്ട ഈ ജീവൻ അവിടെ യാതനകളെ അനുഭവിക്കും. യാതനകൾ എന്ന് പറഞ്ഞാൽ കഠിന ശിക്ഷകൾ. ഭൂലോകത്തിൽ നിന്ന് യമലോകത്തിലേക്ക് 99,000 യോജന ദൂരമെന്ന് സൂചിപ്പിച്ചു. ഇതൊക്കെ ഋഷീശ്വരന്മാർ കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. അത് വിശ്വസിക്കാണ്ടിരിക്കാൻ നിവൃത്തിയില്ല. മനസ്സിലായില്ലേ? ഇനി 25. ആദീപനം സ്വഗാത്രാണാം, കഴുത്ത് വരെ, വേഷ്ടയിത്തോൽമുഖാദിഭി ആത്മമാംസാദനം ക്വാപി സ്വകൃത്തം പരതോ അഭിവാം. തീക്കൊള്ളി മുതലായവയാൽ മൂടപ്പെട്ടിട്ട്, കഴുത്തിനൊപ്പം തീക്കൊള്ളി വറുക വെച്ചിട്ട് തീ കൊടുത്തന്നെ, മൂടപ്പെട്ടിട്ട് തൻ്റെ ശരീരാവയവങ്ങളെ ഏറ്റവും വേവിക്കുകയോ ചിലയിടത്തിൽ താൻ തന്നെയോ അന്യനോ മുറിച്ചെടുത്ത സ്വമാംസത്തെ ഭക്ഷിക്കുക. പ്രമുഷമുണ്ടോ? ഈ നായയുടെ പട്ടിയുടെയും മാംസം കഴിക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ട്, പാമ്പിനെ കഴിക്കാനുള്ള താല്പര്യമുണ്ട്, ഞണ്ട്, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് ആൾക്കാർ. അവർക്ക് സ്വമാംസം വെട്ടി നുറുക്കി തിന്നേണ്ട ഗതികേടുണ്ടാവുന്നതാണ് പറഞ്ഞത്, പേടിപ്പെടുത്തല്ല. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം ശ്രദ്ധിക്കാം.
നരലോകത്തിൽ അനുഭവിക്കുവാനുള്ള കഠിന ദുഃഖങ്ങളുടെ സ്വരൂപത്തെ സംക്ഷേപമായിട്ട് 4 പദ്യങ്ങൾ കൊണ്ട് വിവരിക്കുന്നു. കത്തുന്ന കൊള്ളികളെ കൊണ്ട് സ്വശരീരാവയവങ്ങളെ ഏറ്റവും ദഹിപ്പിക്കുക. സ്വശരീരത്തിൽ നിന്ന് മാംസത്തെ താൻ തന്നെ അരിഞ്ഞെടുത്ത് ഭക്ഷിക്കുക. അരിഞ്ഞെടുക്കുക എന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ മറ്റൊരുവൻ അറുത്തു കൊടുക്കുന്നതിനെ ഭക്ഷിക്കുക. 26-ാമത്തെ ശ്ലോകം. ജീവിതശ്ച ആന്ധ്രാഭ്യുദ്ധാര ഗൃഹധൈര്യമസാധനെ സർപ്പവൃശ്ചികതം ശാർദേ ദശദ്ഭിശ്ച ആത്മവൈശസം. യമപുരത്തിൽ ജീവനോടുകൂടിയിരിക്കെ ശ്വാവ എന്നാണ്, അതായത് നായ, ശാവല്ല ശ്വാവാണ്. കഴുകൻ മുതലാവയാൽ കൊടൽമാലകളെ പുറത്തേക്ക് വലിച്ചെടുക്കുക. കടിക്കുന്ന സർപ്പങ്ങൾ, തേളുകൾ, ഈച്ചകൾ എന്നിവ നിമിത്തം ശരീരക്ലേശം അനുഭവിക്കാം. ഇപ്പം ഞാൻ ഇവിടെ വായിക്കായിരുന്നപ്പോൾ ഒരു 10-11 ചാക്കൽ അടയ്ക്ക വെച്ചിട്ടുണ്ട്. വലിയ ക്ലീൻ എന്നൊന്നും പറയാനില്ല, ഞാൻ കാണുമ്പോൾ പൊടി തട്ടും അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനറിയില്ല, എവിടെയെങ്കിലുമൊക്കെ മറ്റേ വേട്ടാളൻ അല്ലെങ്കിൽ എന്താണെന്ന് പറയുക, കാട്ടീച്ച കൂടുകൂട്ടിയിട്ടുണ്ടാവും. വന്ന ഉടനെ ഒരു കുത്തു കിട്ടി. അപ്പോൾ സാധാരണ എന്ത് ചെയ്യും, ഒരു തവില് കയ്യിൽ വയ്ക്കും, വീശിയാൽ അവരതിൽ പെടും. പക്ഷേ ഈ ഭാഗവതം പറയുമ്പോൾ പിന്നെ എന്താ വെച്ചിട്ടുണ്ടോ, അതൊക്കെ മറക്കും. അത് ഞാൻ അങ്ങനെ തലോടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും, സാറില്ല, മനസ്സിലായില്ലേ? അതാണ് ശ്രദ്ധ ശരീരത്തിൽ നിന്ന് മാറ്റുക. അതാണിപ്പോൾ ഇവിടെ പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു, യമലോകത്തിലുള്ള നായ്ക്കൾ മുതലായ മൃഗങ്ങൾ, അനുഭാവാർത്ഥം കഴുകൻ മുതലായ പക്ഷികൾ, സർപ്പം, തേള്, ഈച്ച എന്നീ പ്രാണിവർഗങ്ങൾ ജീവനോടെ ഇരിക്കുന്ന ഇവൻ്റെ ശരീരാന്തർഭാഗത്തിലുള്ള ആന്ധ്രമാലകളെ, കുടൽമാലയ്ക്കാണ് ആന്ധ്രമാലകൾ എന്ന് പറയാം, കടിച്ചു വലിച്ച് പുറത്തേക്ക് കൊണ്ടുവരിക, അവയവങ്ങളിൽ കടിച്ച് മുറിവേൽപ്പിക്കുക മുതലായവ ചെയ്യുമ്പോൾ അസഹ്യ വേദനയെ അനുഭവിപ്പിക്കുന്ന പറഞ്ഞത്. 27-ാമത്തെ ശ്ലോകം. കൃന്ദനം ചാവയവശോ അവയവശോ ഗജാദിഭ്യോ ഭിധാപനം പാതനം ഗിരിശൃംഗേഭ്യോ രോധനം ച അമ്പുഗർത്തയോ. അവയവങ്ങൾ ഓരോന്നായിട്ട് മുറിക്കുക, ആന മുതലായവയെ കൊണ്ട് ഭേദിപ്പിക്കുക. ഇല്ലേ, ഈ പ്രഹ്ലാദൻ്റെ കഥയിൽ പറയും, കഴുത്തിനൊപ്പം കുഴിച്ചിടും മണലിൽ, തല മാത്രം ഉണ്ടാവും. ആനോട് പറയും തട്ടടാ തല എന്ന്. ആന പന്ത് കളിക്കണ കൂട്ടത്തിലേ. അപ്പോൾ ഇദ്ദേഹം സദാസമയത്ത് നാരായണ ജപിക്കുകയാണ്. ഈ ആന ഓടി വന്നിട്ട് കൊമ്പ് കുത്തി അവിടെ ഇരുന്നു കണ്ണീരും വാർത്തിട്ട്. എന്താ കാരണം? ആ ആനയുടെ ഉള്ളിലുള്ളൊരു ആത്മാവുണ്ട്. ആ ആത്മാവും ഈ പ്രഹ്ലാദൻ്റെ ആത്മാവും സാക്ഷാൽ നാരായണനും ഒന്നാണ് എന്ന് പറഞ്ഞാൽ, ഞാനും എൻ്റെയും നിങ്ങളുടെ ഒക്കെ ആത്മാവ് ഒന്നാണ്. പാപത്തിൻ്റെയും പുണ്യത്തിൻ്റെയും വ്യത്യാസം മാത്രം എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. അപ്പോൾ പറഞ്ഞു, പർവ്വത ശിഖരങ്ങളിൽ നിന്ന് തള്ളിയിടുക, ജലത്തിലും കുഴിയിലും ഇട്ട് അടയ്ക്കുക. അതായത് എന്താ പറയുക, ഗുഹയിലൊക്കെ ഇട്ടിട്ട് അടച്ചാൽ എന്താ ചെയ്യുക? കാറ്റുമില്ല, വെളിച്ചമില്ല, അങ്ങനെ. ഇനി അതിൻ്റെ ഭാവാർത്ഥം, ഓരോ അവയവങ്ങളായിട്ട് മുറിക്കുക. ആന മുതലായ ശക്തിയുള്ള മൃഗങ്ങളെ കൊണ്ട് ഈ പുരുഷൻ്റെ അവയവങ്ങളെ ഓരോന്നിനെ ഭേദിപ്പിക്കുക, പർവ്വത ശിഖരങ്ങളിൽ നിന്ന് താഴത്തേക്ക് തള്ളിയിടുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് വലിയ അതിശയമായിട്ട് തോന്നും. ഇന്ന് വാട്സപ്പിലൊരു വാട്സപ്പിലോ യൂട്യൂബിലായിരിക്കും, വയനാട് ഒരാൾ റോഡിൻ്റെ അരുവ് കൂടെ നടന്നു പോവുക. ചിലവർ ഏതെങ്കിലും ഉൾക്കാടുകൾ താമസിക്കുന്നവരാവാം, അല്ലെങ്കിൽ നമ്മളെപ്പോലെ
വില്ലന്മാർ കാനന ഭംഗി ആസ്വദിക്കാൻ വളവും തിരിവും കയറി നടക്കുന്ന ആൾക്കാരുണ്ട്. ഡ്രൈവറോട് പറയും അടുത്ത വളവിൽ പോയിരുന്നു കേട്ടോ, ഇയാൾ നടന്നു പോവും. അങ്ങനെ എങ്ങനെയായാലും കാല് തെറ്റി കൊക്കയിലേക്ക് വീണു. അഗ്നിരക്ഷാസേനകൾ വേണ്ടി വന്നു അയാളെ രക്ഷിക്കാൻ, കൊക്കയിലേക്ക് വീണിട്ട്. ഇതാണ് ജീവിതം. അപ്പോൾ ഒന്നും നടക്കാത്തതാണെന്ന് പറയരുത്. എല്ലാം നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ നടക്കുന്നുണ്ട്. അതൊക്കെ തന്നെയാണ് നരകം. 99,000 ദൂരമൊന്നുമില്ല, ഇവിടെയൊക്കെ തന്നെയാണ്. പറയാറില്ലേ, സ്വർഗവും നരകവും ഒക്കെ ഇവിടെ തന്നെയാണ്. എന്താവട്ടെ. അപ്പോൾ പിന്നെ കുഴിയിൽ താഴ്ത്തി അടയ്ക്കുക എന്നൊക്കെ പറഞ്ഞു. ഇനി 28ാമത്തെ ശ്ലോകം. യസ്താമിശ്രാന്തതാമിശ്ര യ അസ്താം മിശ്ര അന്തതാമിശ്ര രൗരവാദ്യാശയാതന. ഓരോ നരകങ്ങളുടെ പേര് പറയാം. ഭുക്തേ നരോ വാ നാരി വാ മിത സംഗേന നിർമ്മിത. ആണിനും പെണ്ണിനൊക്കെ ഇത് ബാധകമാണ്. ഇരുട്ടടഞ്ഞിരിക്കുന്നവ, അതീവ നിബിഡമായ ഇരുട്ടുള്ളവ, രൗരവം ആദിയായ യാതൊരു കഠിന ദുഃഖങ്ങളെ പുരുഷനോ സ്ത്രീയോ ഭുജിക്കുന്നുവോ അവയെല്ലാം അന്യോന ചേർച്ച കൊണ്ട് ഉണ്ടാക്കപ്പെട്ടവയാകുന്നു. അതായത് നമ്മൾ മറ്റുള്ളവരെ എങ്ങനെയൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ട് അതിൻ്റെ 100 ഇരട്ടി നമ്മൾ അനുഭവിക്കും. നന്മയാണെങ്കിലും ശരി, തിന്മയാണെങ്കിലും ശരി. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയണോ? താമിശ്രം അന്തതാമിശ്രം രൗരവം എന്നിങ്ങനെയുള്ള ഘോരങ്ങളായ നരകലോകങ്ങളിൽ ഏതേത് വിധം കഷ്ടാവസ്ഥകളുണ്ടോ അവയെ അനുഭവിക്കേണ്ടി വരുന്നു എന്നാണ് പറഞ്ഞത്. ഇതൊക്കെ കർമ്മഫലമാണെന്ന് മനസ്സിലാക്കും വേണം. അല്ലാതെ യമനോ മഹാവിഷ്ണുവിനോ അല്ലെങ്കിൽ ആർക്കും നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവരവരുടെ കർമ്മഫലങ്ങൾക്കനുസരിച്ച് യാതനകളാണെങ്കിലും സന്തോഷമാണെങ്കിലും സന്താപമാണെങ്കിലും നമ്മൾ അനുഭവിക്കാണ്ടിരിക്കാൻ പറ്റില്ല. അതാണ് ഏതേതു വിധം കഷ്ടാവസ്ഥകളുണ്ടോ അവയെ അനുഭവിക്കേണ്ടി വരുന്നു. ഇതെല്ലാം പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ അവരുടെ വിഷയാസക്തി നിമിത്തം നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഒളിഞ്ഞും ചാഞ്ഞും ഇരിക്കുന്ന ചില ദുർഘടാവസ്ഥകളുണ്ട്. പുറത്തേക്ക് വരില്ല, ചിലത് പുറത്തേക്ക് വരും. അതാണ് നമ്മൾ അനുഭവിക്കുന്നത്. ഈ ഇഹലോകത്തിൽ ചെയ്ത പാപകർമ്മങ്ങളുടെ ഫലങ്ങളായിട്ട് അവർ തന്നെ അവർക്ക് സമ്പാദിച്ചു വെച്ച ശിക്ഷകൾ ആകുന്നു. അവരവരെന്നെ അവരവർക്ക് വേണ്ടി സമ്പാദിച്ചിട്ടുണ്ട്. ഇത് എന്തുകൊണ്ട് ഭാഗവത സപ്താഹത്തിൽ പറയണില്ല? ആൾക്കാർ വരുന്നില്ലെങ്കിൽ വേണ്ട, നമ്മളെ ബഹിഷ്കരിക്കുക വിചാരിക്കുക. ഇങ്ങനെ പറയണവരെ ബഹിഷ്കരിച്ചാൽ ആർക്കാ നഷ്ടം? ബഹിഷ്ഠവർക്കാണ് നഷ്ടം. അപ്പോൾ സ്വകർമ്മഫലം നരകത്തിൽ അനുഭവിക്കുന്നുവെന്ന് മാത്രം. സ്വകർമ്മഫലം വാട്ട് എവർ ഇറ്റ് ഈസ്. 29 കൂടിയിട്ട് നമുക്ക് നിർത്താം. അത്രൈവാം നരക സ്വർഗ ഇതി മാത പ്രജക്ഷതേ യാ യാതനാവൈ നാരഗൃസ്ഥ ഇഹ അഭ്യുപലക്ഷിത. മാതാവേ, മകൻ അല്ലേ പറയാണ്, മാതാവേ ഇവിടെ തന്നെ നരകവും സ്വർഗവും എന്ന് ഇവിടെ തന്നെ ഭാഗവതം പറഞ്ഞിട്ടുണ്ടേ. അപ്പോൾ ഈ 99,000 നാഴിക എന്ന് പറഞ്ഞതോ ചുറ്റി 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 നമ്മൾ നരകത്തിലേക്ക് എത്തുന്ന അർത്ഥം. അതിനാണ് ഈ 99,000 എന്ന് പറഞ്ഞത്. അപ്പോൾ നരകവും സ്വർഗവും എന്നത് പറയുന്നു. നരകത്തിലുള്ള ഈ കഠോര ദുഃഖങ്ങൾ യാതൊന്നോ അവ ഈ ലോകത്തിലും കാണപ്പെടുന്നുണ്ട്. സോ പ്ലെയിൻ ടോക്കാണിത്. ഭാഗവതം തുറന്ന് സമ്മതിക്കുന്നുണ്ട് ഇതൊക്കെ ഇവിടെ തന്നെ സംഭവിക്കണതാണെന്ന് ഇല്ലേ. അപ്പോൾ നമ്മൾ സ്വർണം കൊണ്ട് പ്രതിമ ഉണ്ടാക്കിയിട്ട് നമ്പൂരിക്ക് വെച്ച് നമസ്കരിച്ച കാര്യം നടക്കുമോ? ഇല്ല. 1 വട്ടം ഇല്ല, 2 വട്ടം ഇല്ല, 3 വട്ടം. കാരണം എന്താ? പാപങ്ങൾ അനുഭവിക്കാണ്ട് നിർത്തില്ല. പുണ്യം അനുഭവിക്കാണ്ടിരിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ പാപവും അനുഭവിക്കണം.
അതിനാണ് വിവേകബുദ്ധി വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം പറഞ്ഞു, അല്ലയോ മാതാവേ, ഈ വക നരകലോകങ്ങളും കഷ്ടാവസ്ഥകളും അസംഭവ്യങ്ങളാണെന്ന് സംഭവിക്കാത്തതാണെന്ന് ഒരിക്കലും കരുതരുത്. ശങ്കിപ്പാൻ അവകാശമില്ല. എന്തുകൊണ്ടെന്നാൽ ഈ ലോകത്തിൽ തന്നെ നരകലോകങ്ങളിലുള്ള മഹാസങ്കടാവസ്ഥകൾ കൃമികീടാദികൾ അനുഭവിക്കുന്നത് പ്രത്യക്ഷത്തിൽ കാണുന്നില്ലയോ? അവനവൻ്റെ ശരീരം തന്നെ പുഴുത്താൽ അതിൽ പഴുത്താൽ പുഴു ഉണ്ടാവണില്ലേ? പണ്ടത്തെ കാലത്ത് ഈ അലോപ്പതി ഇത്ര വികസിക്കാത്ത സമയത്ത് എന്ന് പറയാം. എന്നാൽ ഇപ്പോൾ വികസിച്ചിട്ടുണ്ടോ? ഇല്ല. ഇപ്പോൾ ടാർഗറ്റാണ് വികസിച്ചിരുന്നത്. ഓരോ ഡോക്ടർമാർക്കും ഇത്ര ടാർഗറ്റാണ് വികസിച്ചിട്ടുള്ളത്. വയറ്റിൽ നിന്ന് പാമ്പ് പോവും, ഉള്ളിൽ വരാന്ന് പറയും. പാമ്പ് ജീവനുള്ളത്. അപ്പോൾ ഈ ശരീരം പാമ്പുകൾക്കുള്ള മാളങ്ങളാണെന്ന് പറഞ്ഞാലും തെറ്റില്ല. പഴുത്താൽ കൃമികൾക്കുള്ള സ്ഥലങ്ങളാണ്. പക്ഷേ പുണ്യം ചെയ്തവർക്കോ ഈശ്വരന് സഞ്ചരിക്കാനുള്ള രഥമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. അവിടെ നിർത്താം. അപ്പോൾ പറഞ്ഞു, നരകലോകത്തിലുള്ള മഹാസങ്കടാവസ്ഥകൾ കൃമികീടാദികൾ അനുഭവിക്കുന്നത് പ്രത്യക്ഷത്തിൽ കാണുന്നില്ലയോ ചോദിച്ചു. അവിടെ നിർത്താം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്നും നമ്മുടെ ഓരോരുത്തരുടെയും ഓരോ സമയത്തെ പ്രാർത്ഥനയും ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ. എന്നാൽ കുറേയൊക്കെ ദുര്യോഗങ്ങൾ ഒഴിഞ്ഞു പോവും. മായയിൽ നിന്ന് മായയുടെ ശക്തിയെ തോൽപ്പിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. അതാ പറയാൻ കാരണം. മനസ്സിലായില്ലേ? ഏവർക്കും നല്ലൊരു സുദിനം നേർന്നുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.